ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്ന വളരെയധികം ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ചിത്രം ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ ആ വരയ്ക്കുന്നത് എന്താണ്, നമ്മുടെ ഓരോ ഐഡിയയിലും ഒക്കെ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റീവായിട്ടൊക്കെ ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, വരച്ചെടുക്കാം എന്നുള്ള നമ്മുടെ ഒരു പ്രതീക്ഷയുടെ മേളിലാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഹെയറൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് ഒരു ചുളിവുകളും ഒക്കെ ഹെയറിന് എന്ത് ചെയ്തു, ചെറിയ ചെറിയ ഒടിവുകളൊക്കെ കൊടുത്താലേ അതൊരു സ്റ്റൈലാകത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലൗസിനുള്ള സ്റ്റൈൽസ് ആയാലും കൈക്കായാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സ്റ്റൈലുകളും എടുത്തും ഒക്കെയാണ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. മൂക്കുകൾ, അതുപോലെ തന്നെ ചുണ്ട്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും. ഇനി നമ്മൾ പൊട്ടിന് നമ്മൾ നല്ല റെഡ് കളർ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും നല്ല സുന്ദരക്കുട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലിപ്സ്റ്റിക്ക് കൊടുത്തു, അത് നമ്മൾ ചുവന്ന കളർ കൊടുത്തു, ക്യൂടെക്സും ചുവന്ന കളറാണ്. അപ്പം നമ്മൾ അടുത്ത ഷെയ്ഡുകളൊക്കെ കൊടുത്തു, ഒരു ഷെയ്ഡ്. അപ്പം നമ്മുടെ ബോഡി ടച്ച് ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ ഓൾ ഓവറായിട്ട് നമുക്ക് ഈ ഷെയ്ഡുകളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഹെയറിലായാലും ഒക്കെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്കിൻ കളർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഷെയ്ഡായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ബ്ലൗസിന് കളർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബ്ലൂ കളർ എടുത്തു. അപ്പോൾ അതൊരു സ്ക്വയർ ഷേപ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈനിങ് പോലൊക്കെ ബ്ലൗസിന് കൊടുത്തു. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ 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 സ്ട്രൈപ്പുകളൊക്കെ കൊടുത്തു. പിന്നെ അതിനകത്ത് നമുക്ക് തോന്നി കുറച്ചും കൂടെ ഒക്കെ ഡിസൈൻ ഒരു ഗ്രീൻ കളറിലൊക്കെ ചെറിയ ചെറിയ ഡോട്ട് പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്ലൗസിനൊക്കെ ചെറിയ ഡോട്ടുകളൊക്കെ കൊടുത്തു. അതിനുശേഷം നമുക്ക് ബ്ലൗസിൻ്റെ നിറം നമ്മൾ ഡാർക്ക് ഗ്രീൻ കൊടുത്തു. ഡാർക്ക് ഗ്രീൻ കൊടുത്തു. അപ്പോൾ ആ കളർ ഏറ്റവും കൂടുതൽ എന്താണ്, നല്ല സ്റ്റൈലായിട്ട്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് വളരെയധികം ഒരു സുന്ദരിയായ പെൺകുട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മുടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ 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 ഷെയ്ഡുകളൊക്കെ ഞാൻ കൊടുത്തു. ബ്രൗൺ വെച്ചിട്ട് ചെറിയ എന്താണ് ഷെയ്ഡായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് ഏകദേശം മുടിയുടെയൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ മൂക്കിന് കളർ കൊടുക്കുന്നു, അതിൻ്റെ ഒരു ഷെയ്ഡ് കൊടുക്കുന്നു. കണ്ണിനെയൊക്കെ നമ്മളൊന്നും കൂടെ എലാബറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ബാക്കി സ്കിൻ ടോണൊക്കെ ഒന്ന് സ്റ്റൈലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സൈഡിലായിട്ടൊക്കെ ചെറിയ ഷെയ്ഡിങ് പോലത്തുള്ള സ്കിൻ കളറൊക്കെ കൊടുക്കുന്നു. പെൺകുട്ടി ആകെ തിളയും കൊണ്ടേയിരിക്കുന്നു. ഈ ഷെയ്ഡെല്ലാം കൊടുത്തു. ഇപ്പോൾ കയ്യിൽ ഫുൾ ഏകദേശം എന്താണ് ഈ ഒരു സ്കിൻ കളർ തീരാറായി വരുന്നു. വീണ്ടും കൊടുക്കുന്നു, കളേഴ്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. സ്കിന്നി കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് ബാക്ക് പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുതുകിൻ്റെ പോർഷനിലോ നമ്മൾ ഷെയ്ഡൊക്കെ കൊടുക്കുന്നു. ഷെയ്ഡെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ ഹെയറിലും ഒക്കെ അങ്ങുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, ബ്രൗൺ ചെറിയ ലൈറ്റ് പെൻസിലിനും സ്കെച്ചും ഒക്കെ വെച്ചിട്ടാണ്, ബ്രഷ് സ്കെച്ചൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് ബോഡിയുടെയൊക്കെ കളർ കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ ക്രയോൺ എടുത്തു, ഫേസിലൊക്കെ ചെറിയ എന്താണ് ഷെയ്ഡുകളൊക്കെ കൊടുത്തു, പിങ്ക് ഷെയ്ഡൊക്കെ കൊടുത്തു. അപ്പോൾ സ്കിൻ ടോണായിട്ടൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അത് ഏകദേശമൊക്കെ എന്താണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കളറുകൾ കൊടുക്കുന്നു, ആ ഷെയ്ഡ് കൊടുക്കുന്നു. അപ്പം പെൺകുട്ടി ആകെ എന്താണ് നല്ല സുന്ദരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം എന്താണ് ഒരു ഭംഗിയോടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കളറുകളും ഒക്കെ ചെയ്യുന്ന ഓരോ ട്യൂണുകളും എന്ത് ചെയ്യുന്നു, നിങ്ങൾ പഠിക്കുക. അപ്പോൾ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ബൈ ബൈ.